പണപ്പെട്ടിയിൽ ഉഗ്രൻ ട്വിസ്റ്റ് ആണ്. പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാലും ഔട്ട് ആവത്തില്ല. അതെ, പണപ്പെട്ടിയിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് വന്നു. സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. പക്ഷെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് മാറ്റാമായിരുന്നു. നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി എന്തായാലും അത് മാറ്റാമായിരുന്നു എന്ന്. പിന്നെ ഇന്ന് നമ്മുടെ അൻഷിത വന്നിട്ടുണ്ട്, റീ എൻട്രി. അൻഷിത സൗന്ദര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, സൗന്ദര്യമാണ് ഇവിടെ എല്ലാവരും പി ആർ എന്നൊക്കെ പറയുന്നത്, പക്ഷെ മുട്ടുക്കുമടാ നിനക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പി ആറുകൾ നടക്കുന്നത്, നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കറക്റ്റ് കാര്യം മുത്തുവിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സൗന്ദര്യയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തോ വോൾട്ടേജ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, ഒന്ന് എന്തൊക്കെയോ മിന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിശാലുമായിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. ഒരു സീനും ഇല്ല. അൻഷിത പറഞ്ഞേ ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു, പിന്നെയാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫാറ്റ്മാൻ എടുത്തിട്ട് മുത്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നെണ്ണ വേണ്ട, നിങ്ങളെ ദയവ് കരുതി എനിക്കൊരു പ്രൊമോഷനും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമുക്ക് വൈകിപ്പിക്കേണ്ട തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 100 അതെ 100th ഡേയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ജനുവരി 14 സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, 100ാമത്തെ ദിവസമാണ് നമ്മൾ തമിഴ് ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങിയിട്ട് 100 ദിവസം. അപ്പോൾ എൻ്റെ റിവ്യൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, പോസിറ്റീവ്സ് ആയാലും നെഗറ്റീവ്സ് ആയാലും, ഞാൻ ആർക്കെങ്കിലും സ്റ്റാൻഡ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വേഗം പറയാൻ, എനിക്ക് നാളെ എക്സാം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പം ഞാൻ പടപടാ പറഞ്ഞു പോവാണ്. പൊങ്കലാണെന്ന് വീടിനകത്ത് പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. അതെ, ഭയങ്കര വിറ്റാണെന്ന്. പൊങ്കലാണ്, അതിൻ്റെ സെലിബ്രേഷനൊക്കെ വീട് ഒരുക്കുന്നുണ്ട്. സൊമാറ്റോ ആണ് ഫുഡൊക്കെ എന്ന് കൊടുക്കുന്നത്. നന്ദുവിൻ്റെ കുറേ ഗിഫ്റ്റൊക്കെ വരുന്നുണ്ട്. റയാൻ, ജാക്ലിൻ, ശിവ, സൗന്ദര്യ. രാവിലെ തന്നെ റയാൻ പറയാണ്, രഞ്ജിത്ത് എണ്ണ വന്നതിന് ശേഷം ഒരു കുതിരയുടെ കഥ പറഞ്ഞു, ഓടി നടന്നിട്ട് എന്താ അവസാനം കയറി എങ്ങനെയോ ജയിച്ചു പോയ ഒരു കുതിര, അത് എന്നെയാണ് പറഞ്ഞത്, ടിക്കറ്റ് ഫിനാലയിൽ ഞാൻ ജയിച്ച കാര്യത്തെ വെച്ച് കമ്പയർ ചെയ്തതാണെന്നൊക്കെ പറയുകയാണ്. ശിവയുടെ അടുത്ത് പറഞ്ഞു എന്ന്. അപ്പോൾ ജാക്ലിൻ പറഞ്ഞു, വിട്ടുകളാന്ന് കാര്യമാക്കണ്ട എന്ന് പറയുന്നു. അതിനുശേഷം ബിഗ് ബോസ് സീസൺ 5 തമിഴിലെ വിന്നറായ രാജുവിൻ്റെ എൻട്രിയാണ്. ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വരുന്നു. വീട്ടുകാരെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. എന്നിട്ട് പൊങ്കാല വീട്ടിൽ തീയിടുന്നു. ഞാൻ അങ്ങനെ ആലോചിക്കണേ, സെറ്റിനകത്ത് തീയിടുന്ന വീടിൻ്റെ ഗാർഡൻ ഏരിയയിൽ 2 പൊങ്കാലയെടുപ്പ്, പൊങ്കാലയ്ക്കിട്ട് മത്സരമൊക്കെ നടക്കുന്നു. എന്നിട്ട് പിന്നീട് ഒരു ചെറിയൊരു ശകടം നടക്കുകയാണ്. പവിത്ര അണിഞ്ഞൊരുങ്ങി കിച്ചണിൽ നിന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റൗ ഒക്കെ. അപ്പോൾ ആരും തുടയ്ക്കാൻ വന്നില്ല, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പവിത്ര ഇറന്ന് സ്വന്തമായിട്ട് അലയ്ക്കുന്നു. ജാക്കിലും പറയുന്നു അങ്ങനെയൊന്നും അല്ല. കുറച്ച് കഴിഞ്ഞ് ദർശയ പറയുന്നു, പവിത്ര നിന്റെ എനർജി വേസ്റ്റാക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ സൈലന്റ് ആയിരിക്കും, അതാണ് ഏറ്റവും നല്ല എന്നൊക്കെ പറയുന്നു. അടുത്ത് വീണ്ടും എൻട്രികൾ വരുന്നു. ഹരിഭാസ്കർ എന്ന് പറയുന്ന ഒരു ആക്ടറും ലോസ്ലിയ, ബിഗ് ബോസ് സീസൺ 3 തമിഴിലെ ടോപ്പ് 3 ആയിട്ടുള്ള ലോസ്ലിയും വരുന്നു. അതൊരു മൂവിയുടെ പ്രൊമോഷനാണ്. ആ മൂവിയിൽ നമ്മുടെ റയാനും ഉണ്ട്. അതിൻ്റെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം പണപ്പെട്ടി. അതെ, പണപ്പെട്ടിയിൽ ഇത്തവണ മികപ്പെരിയ ഒരു ട്വിസ്റ്റ് ആണ് ഉള്ളത്. ഇതുവരെയുള്ള സീസൺസിൽ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അവർ ഔട്ടാവും, പക്ഷേ ഈ സീസണിൽ ഔട്ട് ആവില്ല. പണപ്പെട്ടി എടുക്കാനിരിക്കുന്നവരുണ്ട്, എടുക്കൂലാന്നിരിക്കുന്നവരുണ്ട്, എടുക്കണോ വേണ്ടതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരെയും കുഴപ്പിക്കും. അത്ര ഉഗ്രൻ ട്വിസ്റ്റ് ആണ്. പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ആവത്തില്ല. മെയിൻ ഡോർ നിങ്ങൾക്ക് തുറന്നു തരും. മെയിൻ ഡോറിന് പുറത്ത്, ബിഗ് ബോസ് വീടിന്റെ സെറ്റിന് പുറത്തായിട്ട് ഒരു വഴിയുണ്ട്. ആ വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം പലതവണയും ഓരോ തവണയും അവിടെ പെട്ടികൾ വെക്കും. അപ്പം നിങ്ങൾക്ക് ഇത്ര ടൈം തരും, 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, ഇത്ര നിശ്ചിത സമയം തരും. അപ്പം നിങ്ങൾക്ക് തരുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ പോയി ആ പെട്ടി, പണപ്പെട്ടി പോയി എടുത്തുകൊണ്ട് തിരിച്ച് ബിഗ് ബോസ് വീടിനകത്ത് കൃത്യസമയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വന്നില്ല എന്നുണ്ടെങ്കിൽ പണവും നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾ ഈ ബിഗ് ബോസിൽ നിന്നും പുറത്താവും. പക്ഷെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന, വന്നില്ല എന്നുണ്ടെങ്കിൽ പണം നിങ്ങൾക്ക് കിട്ടും, തിരിച്ച് കയറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഇതിൽ നിന്ന് ഔട്ടാവും, അങ്ങനെ പറയുന്നതാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല നടന്നത്. എന്നിട്ട് ഈ പ്രൈസ്, നിങ്ങൾ എടുക്കുന്ന പൈസ എത്രയായാലും അത് 50 ലക്ഷം വിന്നിംഗ് പ്രൈസിൽ നിന്ന് കുറയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ പണപ്പെട്ടി 15 സെക്കൻഡാണ് സമയം. 50,000 രൂപയാണ് പണപ്പെട്ടിയിലുള്ളത്. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 30 മീറ്റർ മാറിയാണ് അതുള്ളത്. മെയിൻ എൻട്രൻസിൽ നിന്ന് 30 മീറ്റർ മാറിയിട്ടാണുള്ളത്. ഇങ്ങനെ ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് വഴി. ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വലത്തോട്ട് കുറച്ചേ ഉള്ളൂ, ഒരു 30 മീറ്റർ ആണ്, അറിയാമല്ലോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് നിങ്ങൾക്കിപ്പം അങ്ങനെ എടുക്കാം. ആർക്ക് ഒരു തവണ എടുത്തവർക്ക് വീണ്ടും എടുക്കാം, അങ്ങനെ ഒരു സംശയം വേണ്ട. ആർക്ക് വേണമെന്നുള്ള കാര്യം വേഗം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മുത്തു ചാടി എഴുന്നേറ്റ് പറയുന്നു. റയാനും കൂടെ എഴുന്നേക്കുന്നു. പക്ഷേ മുത്തു ആദ്യം പറയുന്നു ഞാൻ എടുക്കാൻ പോവാന്ന് പറയുകയാണ്. പക്ഷെ ഭയങ്കര റിസ്ക് ഉള്ള സാധനമാണ് കേട്ടോ. അതിൻ്റെ ധൈര്യത്തിന് സമ്മതിക്കണം. കാരണം എങ്ങാണ്ടൊന്ന് കാലങ്കാലം പിടിച്ച് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ വിന്നർ ആവാൻ വരെ ഇപ്പം മുത്തു ഒക്കെ ആണെങ്കിൽ വിന്നർ ആവാൻ വരെ ചാൻസ് ഉള്ള ആളാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം വഴി പ്ലാസ്മ വഴി കാണിച്ചു കൊടുക്കുന്നു. ബിഗ് ബോസ് പറയുന്നു, ഇനി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ചിന്ത മാറിയാലോ ടെൻഷൻ ആയാലോ പെട്ടി എടുക്കണോ വേണ്ടെന്നൊക്കെയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറാം, നിങ്ങൾ ഔട്ടൊന്നും ആവത്തില്ല, സമയത്തിനുള്ള വീട്ടിൽ കയറിയിരിക്കണം. ഓക്കെ, അങ്ങനെ മുത്തു
ഓടിപ്പോകുന്നു. മെയിൻ എൻട്രൻസിന്റെ അവിടെ നിൽക്കുന്നു. എൻട്രൻസ് തുറക്കുന്നു. പുറത്തൊരു ട്രാക്കാണ്, ഒരു റോഡ് പോലത്തെ ഒരു ട്രാക്കാണ്. റോഡ് പോലത്തെ ട്രാക്കിൽ നമ്മുടെ സൗന്ദര്യയുടെ, വിശാലിന്റെ, പവിത്രയുടെ, ജാക്കലിന്റെ, മുത്തുവിന്റെ, റയാന്റെ എല്ലാവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തു ഓടിപ്പോയി കൃത്യമായിട്ട് പണപ്പെട്ടി എടുത്ത് തിരിച്ച് ഓടി വന്ന് കയറുന്നുണ്ട്. പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടണം, അതാണ് റിസ്ക്. 15 സെക്കൻഡ് മാത്രമേ സമയമുള്ളൂ. 12 സെക്കൻഡ് ആകുമ്പോൾ മുത്തു കയറുന്നുണ്ട്. ഭയങ്കര മുത്തു അയ്യോ അയ്യോ ഈ പണപ്പെട്ടി ദീപക്കണ്ണനുള്ളതാണ്, ദീപക്കണ്ണ പണപ്പെട്ടി, ഈ പണപ്പെട്ടി നിങ്ങൾക്കുള്ളതാണ്, ഇനി മുതലുള്ളത് ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറയുന്നു. അടുത്ത് ജാക്കലിൻ ആനന്ദിരത്ത് സംസാരിക്കുന്നത്, എനിക്ക് പണപ്പെട്ടി എടുക്കണം എന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ഓടാൻ പറ്റത്തില്ല, അപ്പം നിന്റെ മെന്റൽ സ്ട്രെങ്ത് ആണ് ഏറ്റവും വലുതെന്ന് ആനന്ദി പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് മുത്തും പവിത്രയോട് സംസാരിക്കുന്നു. പവിത്രയ്ക്ക് എടുക്കണം എന്നൊക്കെ മുത്തു പറയുകയാണ്, എല്ലാവരും എടുത്തിട്ട് വേണമെങ്കിൽ നിനക്ക് ആലോചിക്കാം പവിത്ര, ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കാവും, ഞാൻ വേറെ ഒന്നും പറയുന്നതല്ല എന്ന് പറയുന്നു. അൻഷിത വരുന്നു സ്റ്റോർ റൂമിൽ കൂടി. സാധന പോയി എൻ്റെ പൊന്നെ ജീവിയുടെ കരയും പോലെ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ചിരിച്ചോണ്ടാണല്ലോ നിലവിളി, സഹിക്കാൻ വയ്യ. സൗന്ദര്യയെ പോയി ഹഗ് ചെയ്യുന്നു, സുനിതയെ ഹഗ് ചെയ്യുന്നു. അർണവിനെ വലുതായിട്ടൊന്നും ഹഗ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒന്നും ചേർത്ത് ഹഗ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ് ഹഗ് ചെയ്യുന്നത്. വിശാലിനെ കാണുന്നു, വിശാൽ ഒരുപാട് നിൽക്കുകയാണ്, ഓടിപ്പോയി വിശാലിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ സത്യ അയ്യോ സമാധാനം, അൻഷിതയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ലിവിംഗ് റൂമിൽ എന്തുകൊണ്ട് അൻഷിത പറയുന്നു, ഞാൻ ആരെയും ഒന്നും പറയാനില്ല അവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ എൻജോയ് ചെയ്യും, ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ സമയം. ഹഗ് എനിക്ക് ഒരാൾക്ക് ഇവിടെ ഒരു മികപ്പെരിയ ഒരു ഹഗ് കൊടുക്കണം, സൗന്ദര്യക്കാണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങൾക്കെല്ലാം ഇത് ഒത്തിരി പേരുടെ ഹഗ്ഗാണ് സൗന്ദര്യ. നിനക്ക് PR വർക്കൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്, പക്ഷേ ഈ വീട്ടിനകത്ത് തന്നെ ഒരാൾക്ക് PR വർക്ക് നടക്കുന്നുണ്ട്. മുട്ടുക്കുമരാ ഉനക്കതാടാ എന്നിങ്ങനെ ആ ഡയലോഗ് നല്ല രസം കേൾക്കാം. മുത്തുക്കുമരാ ഉനക്കതാടാ, ഇത് വീട്ടിൽക്കുള്ള ഒരു പെരിയ PR വർക്ക് നടന്നു പോകുന്നത്, മുത്തുക്കുമരാ ഉനക്കതാടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തു അയ്യോ മുത്തുവിന് മനസ്സിലായി, അതായത് ഫാറ്റ്മാനെയാണ് ഉദ്ദേശിച്ചത്. ഫാറ്റ്മാൻ ഇതിനകത്തിരുന്ന് മുത്തുവിനെ പ്രൊമോട്ട് ചെയ്ത് മുത്തുവിന് എന്നത് വിനയാവും. അവസാനം വിശാലെ നീ എന്താ ഉടഞ്ഞു പോയത്, ഹാപ്പി ആയിട്ടില്ലേ സാധന, നീ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പറയണം കേട്ടല്ലോ. അങ്ങനെ മുത്തു പറയണം, ദയവ് കരുതി പോസിറ്റീവ് ആണെന്ന്, ഇവിടെ എല്ലാവരും പോസിറ്റീവ് കാണിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പറയരുത്, മൈൻഡ് ഉടയുന്നു. അപ്പൊ അൻഷിത പറയണ അങ്ങനെയല്ല, ഇവിടെ ഉള്ളവർ തന്നെ നിന്നെ ഓരോന്ന് വീതം ഇങ്ങനെ PR വർക്ക് ആണെന്നുള്ള ലെവലിൽ ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ട് പുറത്ത് വന്ന് നാളെ ഒരു സമയം നീ പുറത്ത് വരുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ കാരണമാണ് എന്നെല്ലാം പറയേണ്ട ഒരു സാഹചര്യം വരും. അതിന് നീ ഇട ഉണ്ടാക്കരുത്. ഫാറ്റ്മാനെയാണ് വലിച്ച് ഗീർ വിട്ടിരിക്കുന്നത് അൻഷിത. സാധന വന്നിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരോടും സോറി പറയുന്നു, വിശാലിൻ്റെ അടുത്ത് പറഞ്ഞതിനും സോറി പറയുന്നു. 100 ദിവസത്തെ കേക്കൊക്കെ വരുന്നു, മുറിക്കുന്നു. അതിനുശേഷമാണ് വിശാലും അൻഷിതയോട് സംസാരിക്കുന്നു. വിശാൽ പറഞ്ഞു, എങ്ങനെയുണ്ട് പുറത്ത്? ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, നമ്മൾ കാണാത്തയാണോ, പാക്കരാം, നീ വെളിയിൽ നമുക്ക് കാണാം, ഒന്നുമില്ല, എല്ലാം നല്ലത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ എങ്ങനെ എന്നെ കണ്ടിട്ട് വല്ല കുഴപ്പമുണ്ട്? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ. എടാ നീ എന്തിനാണ് ഇവിടെ എൻ്റെ അടുത്ത് സോറി ഒക്കെ പറയുന്നത്? എനിക്ക് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത്. നീ എല്ലാവർക്കും എന്തിനാ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുന്നത്? നീ നോ പറയാൻ ആദ്യം പഠിക്കും, നിനക്ക് നല്ല ഉപയോഗം ഉണ്ടാകും എന്നൊക്കെ അൻഷിത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ദെൻ മുത്തു പിന്നീട് ഫാറ്റ്മാൻ, സുനിത, സത്യ, ജെഫ്രി ഒക്കെ റൂമിൽ നിൽക്കുമ്പോൾ ഒന്ന് പറയാണ്, അൻഷിത പറഞ്ഞത് ഒരു ഇപ്പം അകത്തുള്ളവർ സൗന്ദര്യം എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നു, ഇപ്പം ഇവിടെ ഉള്ളവർ എന്നെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടും ഒരു കാര്യം തന്നെയല്ലേ? അൻഷിത പറഞ്ഞാൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പം നിങ്ങൾ കാണിക്കുന്നത് സ്നേഹമാണ്, അത് PR ആയി പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ആർക്കും കാശ് കൊടുക്കേണ്ട ലെവലിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു ഇത് പുറത്ത് ഔട്ട്പുട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വേണ്ട. ഫാറ്റ്മാൻ പറഞ്ഞു, നീ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തു പറഞ്ഞു, എൻ്റെ പൊന്നണ്ണ പോണത് വരെ നിങ്ങൾ ദയവ് കരുതി എൻ്റെ പേരൊന്നിനും പറയണം, നിങ്ങൾക്ക് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇരുന്നോട്ടെ. ഫസ്റ്റ് വീക്ക് അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോവാം. പിന്നീട് സുനിതയെ അൻഷിതയോട് വിളിച്ചിരുത്തി സംസാരിക്കുകയാണ്. സുനിത പറയുന്നു, നീ ഒന്ന് വന്നിട്ട് പറഞ്ഞ സൗന്ദര്യയുടെ ആ ഒരു കേസിൽ പറഞ്ഞ കാര്യം അത് എനിക്ക് നല്ല പോലെ ഫീലായി. ഇവിടെ PR-നെ തകർക്കാനൊന്നും അല്ല നമ്മൾ വന്നത്. അപ്പോൾ അൻഷിത പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോഴത്തേക്കും അങ്ങനെയാണ് തോന്നിയത്, സൗന്ദര്യം നിങ്ങൾ അത്രമാത്രം ഉടച്ചു കളഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട്. അപ്പോൾ സുനിത പറഞ്ഞു, എനിക്ക് ഒരു നെഗറ്റീവ് എന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നെഗറ്റീവായി, നിനക്കായില്ലായിരിക്കും, എനിക്കായി. അപ്പോൾ അൻഷിത പറഞ്ഞു, ഒരാളെ മാത്രം അങ്ങനെ പറയരുത്, എല്ലാവരും ഇവിടെ ചെയ്യുന്നുണ്ട്, ആരും ചെയ്യുന്നില്ലെന്നൊന്നും പറയുന്നില്ല. ജാക്കലിൻ്റെ PR ഞാൻ അവളെ നടിക എന്ന് വിളിച്ചതുകൊണ്ട് എന്നെ എന്തെല്ലാമാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും PR ഉണ്ട്. അപ്പോൾ PR എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണ് എന്ന് സുനിത പറയാണ്. അപ്പോൾ അകത്ത് വന്ന് ഇവിടെ മുത്തുവിൻ്റെ PR കളിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ എല്ലാവരും. അപ്പൊ അൻഷിത പറയുന്നു, PR ഇഷ്യൂ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഇവിടെ വലിച്ചിട്ട് തൂക്കിയ ആളുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഒരാൾ PR ആണ്, അതാണ് സത്യം. ആരാണ്? ഫാറ്റ്മാൻ്റെ കേസാണ്. അപ്പൊ നീ എന്നെയാണ് പറഞ്ഞത്? ഇല്ല ഞാൻ നിന്നെ പറഞ്ഞു, ഞാൻ ഫാറ്റ്മാനാണ് പറയുന്നത്. നീ അവിടെയുള്ള കാര്യം മാത്രമല്ല കേൾക്കുന്നുള്ളൂ, രണ്ടിടത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ സുനിത എന്നൊക്കെ പറഞ്ഞ് സുനിത എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ സുനിത പറയുന്നത്, ഞാൻ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് ചെയ്തതെന്ന് പറയുന്നു. രാത്രി വിശാലും അൻഷിതയോട് സംസാരിക്കുന്നു. വിശാൽ പറയുന്നത്, എൻ്റെ എന്താ പറയാ എവിടെ എൻ്റെ ഞാൻ നിനക്ക് തന്ന കയ്യിലിടാൻ തന്ന സ്റ്റെയിൻ എവിടെ? അൻഷിത പറയോ, ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇടാൻ മറന്നുപോയല്ലോ. അപ്പം നീ അത് ഓടച്ചാ നശിപ്പിച്ചേ? ഞാൻ നശിപ്പിച്ചൊന്നുമില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. വിശാൽ പറയുന്നു, ഞാൻ എന്താ പറയുക, തർഷികയുടെ കേസിൽ ഇവിടെ ചെയ്ത തെറ്റാണ്, അപ്പം നീ ആ കേസ് വിട്, നമുക്ക് സംസാരിക്കണ്ട. അപ്പം ഞാൻ അവിടെ ചെയ്ത തെറ്റാണ്, ഞാൻ അവിടുത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അൻഷിത പറയണം, വേണ്ട ഞാനത് എടുക്കേണ്ട രീതിക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെന്തോന്നത്
അപ്പം ഇത്രയും അവരുടെ ഭാഗത്ത് സംസാരം നടക്കും. തർഷിക പവിത്രമായ സമയം കിടക്കുവാണ്. തർഷിക പറഞ്ഞു, ഞാൻ റിഗ്രറ്റ് ചെയ്യാണ് ഇവിടെ നടന്ന ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്യാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന പ്രധാന സംഭവം. റയാൻ 2 ലക്ഷം രൂപയുള്ള പണപ്പെട്ടിയൊക്കെ എടുത്തു എന്ന് കേൾക്കുന്നുണ്ട്. പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ആവത്തില്ല. നാളെ ട്വിസ്റ്റ് വരണം. പണപ്പെട്ടിയിലെ ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാലേ പൊളിക്കത്തുള്ളൂ. ബിഗ് ബോസ് പറയണം, പണപ്പെട്ടി എടുത്തിട്ട് വീട്ടിനകത്ത് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പണപ്പെട്ടി നിങ്ങൾക്ക് കിട്ടും, ജേണിയിൽ നിന്നും പുറത്താവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു എമൗണ്ടും വെക്കണം, എടുക്കാൻ പറ്റാത്ത ഒരു സമയവും വെക്കണം, ആരെങ്കിലും എടുക്കും മുങ്ങും. അത് തന്നെയാണ് നടക്കാൻ പോണത്. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ആരെടുക്കുന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും വിന്നിങ് എമൗണ്ടിൽ നല്ല കുറഞ്ഞു വരും. ഇത്തവണ എല്ലാവർക്കും പൈസ കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലേഡീസ് ഒക്കെ ഓടിപ്പോയി എടുക്കും, അവർക്ക് കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 15 സെക്കൻഡെ കൊടുത്ത് മുത്തു ഓടിയത് ചടപടയാണ് മുത്തുമൊക്കെ ഓടി വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് നാളെ എക്സാം ആണ്, അതാണ് ഞാൻ ഇങ്ങനെ പട്ട പറഞ്ഞു പോയത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് നാളത്തെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.